കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലീപ്പ് എന്ന ഒരു വേർഡിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന കുറേ വേർഡുകൾ പഠിച്ചിരുന്നു അല്ലെ. അത് ഉപയോഗിച്ചിട്ടുള്ള ഫ്രേസസും ഇഡിയംസും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ടേക്ക് എന്ന് പറയുന്ന വാക്ക് പോലെ ഏകദേശമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ചില വാക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഇത് എന്തിനാ ഇങ്ങനെ ടേക്ക് പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ സ്ലീപ്പ് തന്നെ പഠിച്ചാൽ പോരെ, പകരം പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇംഗ്ലീഷ് ലെവല് ഇപ്പോൾ ഒരു ബേസിക് ലേണർ ആണ് നിങ്ങളെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് ആയി അല്ലെങ്കിൽ അഡ്വാൻസ് ഒക്കെ ആകണമെങ്കിൽ ഇതിന് പകരമുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു വൺ ഓഫ് ദ വേ ആണ്. അത് നമുക്ക് ഇംപ്രൂവ് ആവാനുള്ള ഒരു വഴി കൂടിയാണ് ഇത്. അപ്പോൾ എപ്പോഴും ഫെമിലിയർ ആയ വാക്കിന് പകരം കുറച്ച് അധികം അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡുകളും കൂടി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിനാണ് ഞാൻ അങ്ങനെ തരുന്നത്. ഇന്ന് നമ്മൾ ടേക്ക് ആണ്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ് അർത്ഥം. അതേപോലെ നമ്മൾ പറയും ഗ്രാബ്. ഗ്രാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നതിനെയാണ് ഗ്രാബ് എന്ന് പറയുന്നത്. ഗ്രാബ്. ഹി ഗ്രാബ്ഡ് ദ ബോൾ. അവൻ ആ ബോള് പെട്ടെന്ന് പിടിച്ചെടുത്തു. അതിനാണ് നമ്മൾ ഗ്രാബ് എന്ന് പറയുന്നത്. അപ്പോൾ പിടിച്ചെടുത്തു എന്ന് നമ്മൾ പറയേണ്ടത് കൊണ്ട് ഗ്രാബ്. ടെൻസസ് അനുസരിച്ച് വേർഡ് മാറിക്കൊണ്ടിരിക്കും, ഓർക്കാം. ഹി ഗ്രാബ്ഡ് ദ ബോൾ. അവൻ ബോള് പെട്ടെന്ന് പിടിച്ചെടുത്തു. ഗ്രാബ് മനസ്സിലായല്ലോ. ഇനി അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്നാച്ച്. സ്നാച്ച് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ചെടുക്കുക എന്നാണ് സ്നാച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം. ദ തീഫ് സ്നാച്ച്ഡ് ഹർ പേഴ്സ്. തീഫ് കള്ളൻ അവളുടെ പേഴ്സ് തട്ടിയെടുത്തു. സ്നാച്ച്ഡ്. ദ തീഫ് സ്നാച്ച്ഡ് ഹർ പേഴ്സ്. ഗ്രാബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചെടുക്കുക. സ്നാച്ച് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ച് എടുക്കുന്നതിനെയാണ് സ്നാച്ച് എന്ന് പറയുന്നത്. ഈ സ്നാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തട്ടിപ്പറിച്ചെടുക്കുക എന്നാണ് അർത്ഥമെന്ന്. അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സീവ്സ്. ബലമായി പിടിച്ചെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗ്രാബായി, സ്നാച്ചായി, സീസായി. ഇനി മറ്റൊന്നാണ് ആസ്പെക്ട്. ആസ്പെക്ട് എന്താണ്? നമ്മുടെ സമ്മതത്തോടെ, നമ്മുടെ അനുവാദത്തോടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ ആസ്പെക്ട് ചെയ്യുക. ഞാൻ ആ കാര്യം ആസ്പെക്ട് ചെയ്തു എന്ന് പറയും അല്ലേ, അതിനെയാണ് നമ്മൾ ആസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഹി ആസ്പെക്റ്റഡ് ദ ജോബ് ഓഫർ. അവൻ ആ ജോബ് ഓഫർ സ്വീകരിച്ചു. ആസ്പെക്റ്റിൻ്റെതാക്കി മാറ്റി. ഹി ആസ്പെക്റ്റഡ് ദ ജോബ് ഓഫ്. ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ റിസീവ് എന്താണ്? ലഭിക്കുക എന്നാണ് അർത്ഥം. ഐ റിസീവ്ഡ് എ ഗിഫ്റ്റ്. എനിക്കൊരു ഗിഫ്റ്റ് ലഭിച്ചു, അതായത് കിട്ടി. ഐ റിസീവ്ഡ് എ ഗിഫ്റ്റ്. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അപ്പൊ നിങ്ങളൊന്ന് ഓർക്കുക, ഞാനൊരു 5-6 മാസം മുമ്പ് ഗെറ്റ് എന്ന വാക്കിന്റെ പല ഉപയോഗങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പൊ ഗെറ്റ് ഈ റിസീവിന് പകരം ഒരുപാട് സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ പഠിക്കുകയാണ് ഏറ്റവും വലിയൊരു വഴി. അപ്പൊ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. നമ്മുടെ അനുവാദത്തോടെ നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് ആസ്പെക്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? റിസീവ് എന്ന് പറഞ്ഞാൽ കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക എന്നാണ് അർത്ഥം. പിന്നെ ക്യാരി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക. ഹി ഈസ് ക്യാരിയിങ് എ ഹെവി ബാഗ്. ഒരു വലിയ ബാഗ് ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണ്, കൊണ്ടുപോവുകയാണ്, വഹിച്ചുകൊണ്ട് പോവുകയാണ്. ഹി ഈസ് ക്യാരിയിങ്. ക്ലിയർ? അപ്പൊ ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ ഓർത്തു വെക്കണം. ഈ വൊക്കാബുലറി നിങ്ങൾക്ക് പല സാഹചര്യത്തിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഈ ടേക്ക് എന്ന വാക്ക് ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന ഫ്രേസൽ വെർബ് കുറച്ച്. അപ്പൊ എന്താണ്? വാട്ട് ഈസ് ഫ്രേസൽ വെർബ്? അത് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിരുന്നു. ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെയോ അതല്ലെങ്കിൽ താഴെയോ ഒക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ അതൊക്കെ പഠിക്കണം. കാരണം ഫ്രേസൽ വെർബ് എന്താണെന്ന് അറിയത്തില്ലാതെ പോയിട്ട് ഫ്രേസൽ വെർബ് പഠിച്ചു നടക്കും ഇല്ല. അപ്പൊ നമുക്ക് ഫ്രേസൽ വെർബ് ആണെന്ന് നോക്കുന്നത് ടേക്ക് ഓഫ്. പറന്നുയരുക അല്ലെ. വേറെ അർത്ഥം കൂടിയുണ്ട് ടേക്ക് ഓഫിന്. നമ്മുടെ ഡ്രസ്സ് ഊരി മാറ്റുന്നതിനെയോ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പ് ഊരി മാറ്റുന്നതിനെയോ ഊരി മാറ്റുന്നതിനെ നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയും. അത് ആർക്കൊക്കെ അറിയായിരുന്നു? കൈവക്കിക്ക്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലൈറ്റ് പറന്നു പോകുന്നതിന്. പക്ഷേ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് യുവർ ഷൂസ്. നിന്റെ ഷൂസ് നീ ഊരി മാറ്റ്. ടേക്ക് ഓഫ് യുവർ ഷൂസ്. ക്ലിയർ ആയോ? അപ്പോൾ
ടേക്ക് ഓഫിന് ഈ ഒരു അർത്ഥം കൂടി ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു വെച്ചാൽ മാത്രം പോരാ, ഇന്ന് തന്നെ പറഞ്ഞു തുടങ്ങുകയും കൂടി ചെയ്യുക. ടേക്ക് ഓൺ, നമ്മളൊരു പുതിയ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെയാണ് ടേക്ക് ഓൺ എന്ന് പറയുന്നത്. I decided to take on new project. ന്യൂ പ്രൊജക്റ്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. I decided to take on. Take on എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ take on എന്ന് പറയുന്നത്. ടേക്ക് അപ്പ്, ടേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ഹോബിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുന്നതിനെയാണ് ടേക്ക് അപ്പ് എന്ന് പറയുന്നത്. ഷീ വാണ്ട്സ് ടു ടേക്ക് അപ്പ് പെയിന്റിങ്. അവൾക്ക് പെയിന്റിങ് പഠിക്കണം. അപ്പോൾ അവൾ ഇതുവരെ പെയിന്റിങ് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പൊ അവൾക്ക് ആഗ്രഹമാണ് പെയിന്റിങ് പഠിക്കണം. അപ്പോൾ ഒരു പുതിയ ഹോബിയോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യമൊക്കെ തുടങ്ങുന്നതിനെയാണ് നമ്മൾ ടേക്ക് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ വാണ്ട്സ് ടു ടേക്ക് അപ്പ് പെയിന്റിങ്, ഷീ വാണ്ട്സ് ടു ടേക്ക് അപ്പ് ഗാർഡനിങ്. ഇത് അറിയുന്നത് നമുക്ക് പറയാം. ഷീ വാണ്ട്സ് ടു ടേക്ക് അപ്പ്, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിനെയാണ് ടേക്ക് അപ്പ്. അപ്പോൾ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഊരി മാറ്റുന്നതിന് കൂടി അർത്ഥമുണ്ട്. ടേക്ക് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ടേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാര്യം പഠിക്കുക. അത് ഹോബി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് പഠിക്കുക. ടേക്ക് ബാക്ക്, ഐ വാണ്ട് ടു ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞത് എനിക്ക് തിരിച്ചെടുക്കണം. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയല്ലേ, അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, കാര്യം അങ്ങനെ മറ്റുള്ളവർക്ക് ദോഷമായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ഐ വാണ്ട് ടു ടേക്ക് ബാക്ക്. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ തിരിച്ചെടുക്കുന്നതിനെയാണ്, അതിൽ നിന്നും നമ്മൾ എന്താ പറയുക, തിരിച്ചെടുക്കാന്ന് പറയുമ്പോൾ എന്താ, പിന്മാറുന്നതിനെയാണ്. അത് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, ഞാൻ ആ വാക്ക് തിരിച്ചെടുക്കുന്നു. ഐ വാണ്ട് ടു ടേക്ക് ബാക്ക്. ടേക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ പിന്മാറുക. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും പിന്മാറുന്നതിനെയാണ് നമ്മൾ ടേക്ക് ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം ടേക്ക് ഇറ്റ് ഈസി, ശാന്തമായിട്ടിരിക്കുക. ടേക്ക് ബ്രേക്ക്, വിശ്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്, അല്ലെ? അപ്പോൾ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെയുള്ളത്. ഇനി ഇപ്പൊ നമ്മൾ നോക്കിയതെല്ലാം ഫ്രേസസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഇത് ഉപയോഗിച്ചുള്ള ഇഡിയംസ് ഏതൊക്കെയാണ്? ഇഡിയംസിൽ നമുക്ക് നമ്മുടെ ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് എ ബ്രേക്ക്, പിന്നെ നിങ്ങൾക്കറിയാം ഇതൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ ഈ ടേക്ക് ഇറ്റ് ഈസി, ശാന്തമായിട്ടിരിക്കുക. നമ്മൾ ടേക്ക് എ ബ്രേക്ക്, ഐ എം ടയർഡ്, ഐ എം ഗോയിങ് ടു ടേക്ക് എ ബ്രേക്ക്, എ ഫ്യൂ മിനിറ്റ്സ് എടുക്കാൻ പോവാണ്, നമുക്ക് ഇഡിയംസ് ആക്കാം. പിന്നെ ടേക്ക് എ ലുക്ക്, ഒന്ന് നോക്കുക എന്ന് പറയും. അതായത് ക്യാൻ യു ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ഔട്ട്ഫിറ്റ്, ഈ ഔട്ട്ഫിറ്റിലോട്ട് ഒന്ന് നോക്കാമോ? ക്യാൻ യു ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ഔട്ട്ഫിറ്റ്, ഈ ഔട്ട്ഫിറ്റിലോട്ട് ഒന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ ഇഡിയംസ്, മറ്റേതൊക്കെ ഫ്രേസസ്. അപ്പോൾ ഫ്രേസസ് ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി. ടേക്ക് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്ന മറ്റു വാക്കുകളും നിങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പോൾ ഇപ്പൊ നമ്മൾ സ്ലീപ്പ് എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളും പഠിച്ചു, ടേക്ക് എന്ന വാക്കിന് പകരവും. നമ്മുടെ വൊക്കാബുലറി ചലഞ്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കേട്ട് അവസാനിപ്പിക്കില്ല, 2, 3, 4 വട്ടമൊക്കെ ഇത് കേൾക്കുക. നിങ്ങൾ ബുക്കിലൊക്കെ എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക കേട്ടോ. കാര്യം ഇപ്പോഴൊക്കെ കേൾക്കുമ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമല്ലേ, എന്തിനിതാന്ന്. പക്ഷെ അതല്ല, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് എങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇംഗ്ലീഷ് അത്രയ്ക്കധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിഞ്ഞേ പറ്റത്തുള്ളൂ. പലരും പറയും മദർ ടങ് അറിയാലോ, പിന്നെ എന്താണെന്ന് നോക്കി. അതല്ല, ഇംഗ്ലീഷ് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം.